1997 പാട്ടക്കരാർ അവസാനിച്ച് ബ്രിട്ടീഷ് വാഴ്ചയിൽ നിന്ന് ചൈനയുടെ അധികാരത്തിലേക്ക് ഹോങ്കോങ് എത്തി. അതോടെ ഹോങ്കോങ്ങിന്റെ ഭരണത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ ചൈന ഏർപ്പെടുത്തി തുടങ്ങി. എന്നാൽ ഹോങ്കോങ് ഭരണാധികാരിയെ സ്വതന്ത്രമായി തെരഞ്ഞെടുക്കാൻ അവസരം നൽകണം എന്ന ഹോങ്കോങ്ങിന്റെ ആവശ്യത്തെ ബീജിംഗ് തള്ളി. പകരം ചൈനയുടെ നിയന്ത്രണത്തിലുള്ള നാഷണൽ പീപ്പിൾസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയായിരിക്കും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിലാണ് ഹോങ്കോങ്. ഇതിന്റെ തുടർച്ചയായാണ് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയത്. യഥാർത്ഥ ജനാധിപത്യം എന്ന അവകാശം ഉറപ്പു ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. 係因為我哋今次罷課嘅成個嘅主題就係抗命不認命啦，就希望強調翻公民抗命嘅重要性。我哋覺得喺呢一個8月30日人大落閘之後嘅時代咧，വിദ്യാർത്ഥികളുടെ സമരത്തിന് പിന്തുണയുമായി ഹോങ്കോങ്ങിലെ മറ്റു ജനങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. ഹോങ്കോങ്ങിലെ 56% ജനങ്ങൾക്കും പുതിയ ഭരണ സംവിധാനത്തിൽ വിശ്വാസമില്ല എന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു. ബഹിഷ്കരണം, ജനകീയ തെളിവെടുപ്പ്, റാലികൾ തുടങ്ങിയവയാണ് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടക്കുന്നത്. 500ഓളം പേർ സമരത്തിന്റെ പേരിൽ അറസ്റ്റിലാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ 1.